PSCയുടെ എല്ലാ പരീക്ഷകളിലും മലയാളം നിർബന്ധമാക്കി ഒരു പരീക്ഷയിൽ കുറഞ്ഞത് 10 മലയാളം ചോദ്യങ്ങൾ ഉണ്ടാകും. ഇത് സംബന്ധിച്ചുള്ള ഉപസമിതിയുടെ ശുപാർശ PSC അംഗീകരിച്ചു. മലയാളം ഭരണഭാഷയായി അംഗീകരിച്ച് നിയമനിർമ്മാണം നടത്തിയ സാഹചര്യത്തിലാണ് PSC നടത്തുന്ന എല്ലാ പരീക്ഷകളിലും മലയാളം നിർബന്ധമാക്കിയത്. ഇത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകിയ PSC ഉപസമിതിയുടെ റിപ്പോർട്ട് കമ്മീഷൻ അംഗീകരിച്ചു. ഒരു പരീക്ഷയിൽ കുറഞ്ഞത് 10 ചോദ്യമെങ്കിലും മലയാളത്തിലാക്കണം എന്നുള്ളതാണ് തീരുമാനം. ചോദ്യപേപ്പർ തയ്യാറാക്കിയ പരീക്ഷകൾക്ക് തീരുമാനം ബാധകമല്ല. നേരത്തെ മലയാളം PSC പരീക്ഷകളിൽ ഉൾപ്പെടുത്താത്തത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സാംസ്കാരിക പ്രവർത്തകർ ഉൾപ്പെടെ PSC ആസ്ഥാനത്ത് ഇതിനെതിരെ പ്രതിഷേധിക്കുകയും സമരം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് ഭാഷാവിദഗ്ധരെയും ഭരണഭാഷാ വിദഗ്ധരെയും ഉൾപ്പെടുത്തി സിലബസ് ഉപസമിതി ചർച്ച ചെയ്തത്. ഭരണഭാഷാ വകുപ്പിന്റെയും ഭാഷാ ന്യൂനപക്ഷ കമ്മിറ്റിയുടെയും അഭിപ്രായവും കമ്മീഷൻ ഇതിൽ തേടിയിരുന്നു. ഭിന്ന ശ്രവണശേഷിയുള്ളവർക്ക് ഒരു ഭാഷ പഠിച്ചാൽ മതിയെന്നുള്ള സാഹചര്യത്തിൽ മറ്റൊരു ഭാഷ കൂടി പഠിച്ച് പരീക്ഷ എഴുതണം എന്ന് ആവശ്യപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഗണിക്കാനും കമ്മീഷൻ തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കനയ്യകുമാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കൾക്കെതിരെ JNU അധികൃതരുടെ പ്രതികാര നടപടി. കനയ്യകുമാറിന് 10,000 രൂപ പിഴ ചുമത്തി. ദില്ലിയിൽ നിന്ന് മനുശങ്കർ വിവരങ്ങളുമായി. മനു, മറ്റ് വിവരങ്ങൾ കൂടി. അരുൺ, ഫെബ്രുവരി 9 JNUവിൽ നടന്ന കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്ന സെമിനാർ നടത്തിയത് JNUവിലെ അധികൃതരുടെ നിർദ്ദേശപ്രകാരമല്ലായിരുന്നുവെന്നും ഇതിനു വേണ്ട ഉത്തരവുകളും മറ്റും വിദ്യാർത്ഥികൾ ശേഖരിച്ചിരുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ JNU വിദ്യാർത്ഥികൾക്കെതിരെ ഇപ്പോൾ സെമസ്റ്റർ കാലയളവിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ടും ഒപ്പം പിഴ ചുമത്തിക്കൊണ്ടും അധികൃതർ ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ തന്നെ ഉമർ ഖാലിദ് ഒപ്പം കന്നയ്യകുമാർ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കന്നയ്യയ്ക്ക് 10,000 രൂപ പിഴയും ഉമർ ഖാലിദിനെ ഒരു സെമസ്റ്റർ കാലയളവിലേക്കുമാണ് സർവകലാശാലയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇരുവരെയും വ്യാജ വീഡിയോയുടെ അടിസ്ഥാനത്തിൽ ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും തുടർന്ന് രാജ്യദ്രോഹ കുറ്റമടക്കം ചുമത്തി തീഹാർ ജയിലിൽ അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതുകൂടാതെ ഈ കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്ന സെമിനാർ നടത്തുന്നതിന് അണിയറയിൽ പ്രവർത്തിച്ചു എന്ന് ഈ സർവകലാശാല അധികൃതർ തന്നെ വ്യക്തമാക്കി ഉത്തരവിൽ പറയുന്ന അനിർബൻ ഭട്ടാചാര്യക്ക് ജൂലൈ 15 വരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അടുത്ത 5 വർഷത്തേക്ക് സർവകലാശാലയിൽ മറ്റൊരു കോഴ്സിൽ ചേരരുതെന്നും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഉത്തരവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം മറ്റൊരു വിദ്യാർത്ഥി അശുതോഷിനെ ഹോസ്റ്റലിൽ നിന്ന് 1 വർഷത്തേക്ക് വിലക്കിയിട്ടുമുണ്ട്. മറ്റു വിദ്യാർത്ഥികളെ മുജീബ് ഖാൻ ഒപ്പം സൗരവ് ശർമ്മ എന്നിവർക്കും 10,000 രൂപ വീതം പിഴയും ചുമത്തിയിട്ടുണ്ട്. നിലവിൽ ഈ സർവകലാശാലയിലെ തന്നെ 5 അംഗ ആഭ്യന്തര അന്വേഷണ സമിതിയാണ് ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തിയത്. എന്നാൽ ആദ്യ സമയങ്ങളിൽ തന്നെ ഈ 5 അംഗ അന്വേഷണ സമിതിയിൽ ദളിത് അധ്യാപകരും മറ്റും ഇല്ലായിരുന്നു എന്ന് വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു. തുടർന്ന് വിദ്യാർത്ഥികൾക്ക് നോട്ടീസും മറ്റും അയച്ചിരുന്നെങ്കിലും ഇതിന് മറുപടി നൽകാനും വിദ്യാർത്ഥികൾ തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്കെതിരെ അച്ചടക്ക നടപടിയുമായി സർവകലാശാല അധികൃതർ തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. അരുൺ, മനുശങ്കർ വിവരങ്ങൾ നൽകിയത്. ഹിന്ദു മതത്തിൽ മാത്രമല്ല സ്ത്രീകൾക്ക് ആരാധനാലയങ്ങളിൽ വിവേചനമുള്ളതെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ. ചില മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശന വിലക്ക് ഉണ്ടെന്നും ഇത് ഭരണഘടന അനുവദിച്ചിട്ടുണ്ടെന്നും ദേവസ്വം ബോർഡ് കോടതിയിൽ വാദിച്ചു. എന്നാൽ വ്രതമെടുക്കാതെ പുരുഷന്മാരെ പ്രവേശിപ്പിക്കുന്ന കാലഘട്ടം വരെ സ്ത്രീകളെയും ശബരിമലയിൽ പ്രവേശിപ്പിച്ചുകൂടെ എന്നും സുപ്രീം കോടതി ചോദിച്ചു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന ഹർജി പരിഗണിക്കവെയാണ് ആരാധനാലയങ്ങളിലെ സ്ത്രീ വിവേചനം ഹിന്ദുമതത്തിൽ മാത്രമല്ലെന്ന് ദേവസ്വം ബോർഡ് വാദിച്ചത്. ചില മുസ്ലിം ക്രിസ്ത്യൻ ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രവേശന വിലക്കുണ്ടെന്നും ഇത് ഭരണഘടന അനുവദിച്ചതാണെന്നും ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ അറിയിച്ചു. ശബരിമലയിൽ മാത്രമാണ് നിയന്ത്രണമെന്നും മറ്റായിരക്കണക്കിന് അയ്യപ്പ ക്ഷേത്രങ്ങളിൽ പ്രവേശനം അനുവദിച്ചിട്ടുണ്ടെന്നും 10 മുതൽ 50 വയസ്സ് വരെയുള്ള യുവതികൾക്ക് മാത്രമാണ് നിയന്ത്രണമെന്നും ദേവസ്വം ബോർഡിന് വേണ്ടി അഡ്വക്കേറ്റ് KK വേണുഗോപാൽ വ്യക്തമാക്കി. എന്നാൽ വാദം കേൾക്കവേ ആർത്തവമാണോ സ്ത്രീശുദ്ധിയുടെ അളവുകോലെന്ന് ചോദിച്ച കോടതി പുരുഷന്മാരുടെ വ്രതശുദ്ധി അളക്കുന്നത് എങ്ങനെയെന്നും ചോദിച്ചു. വ്രതമെടുക്കാത്ത പുരുഷന്മാരെ 18ാം പടിക്ക് പകരം മറ്റൊരു വഴിയിലൂടെ സന്നിധാനത്ത് പ്രവേശിപ്പിക്കുന്നതുവരെ സ്ത്രീകളെയും പ്രവേശിപ്പിച്ചുകൂടെ എന്നും കോടതി ചൂണ്ടിക്കാട്ടി. കേസിൽ തിങ്കളാഴ്ചയും വാദം തുടരും. ന്യൂസ് ബ്യൂറോ, ദില്ലി. സന്തോഷ് മാധവന് ഭൂമി ദാനം ചെയ്ത കേസിൽ വിജിലൻസിന്റെ ക്വിക്ക് വെരിഫിക്കേഷൻ റിപ്പോർട്ട് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി സ്വീകരിച്ചില്ല. അജണ്ടയിലില്ലാത്ത വിഷയം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയ്ക്ക് വന്നതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് കോടതി ആരാഞ്ഞു. ഭൂമിദാന കേസിൽ മന്ത്രി അടൂർ പ്രകാശിനെ കുറ്റവിമുക്തനാക്കിക്കൊണ്ടുള്ള വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട് പരിഗണിക്കവെയാണ് ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ പങ്ക് സംബന്ധിച്ച് കോടതി സംശയം പ്രകടിപ്പിച്ചത്. ഇടപാടിൽ വ്യവസായ മന്ത്രിയുടെ ഇടപെടലിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു എന്ന് കോടതി ആരാഞ്ഞു. മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടയിലില്ലാതിരുന്ന കാര്യം എന്തുകൊണ്ടാണ് വ്യവസായ മന്ത്രി ഔട്ട് ഓഫ് അജണ്ടയായി ഉന്നയിച്ചത്? തണ്ണീർത്തടമാണെന്ന് ചൂണ്ടിക്കാട്ടി ഭൂമിദാനത്തിനുള്ള അപേക്ഷ മുൻപ് സർട്ടിഫിക്കേഷൻ കമ്മിറ്റി നിരസിച്ചിരുന്നു. എന്നാൽ ഇത് മറികടന്ന് എങ്ങനെ മന്ത്രിസഭായോഗം ഭൂമിദാനത്തിന് അനുമതി നൽകിയെന്ന് കോടതി ആരാഞ്ഞു. ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇക്കാര്യം അന്വേഷിച്ചില്ലെന്നും കോടതി ചോദിച്ചു.
അടുത്ത മാസം 2-ന് കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇക്കാര്യങ്ങളിൽ വിശദീകരണം നൽകണമെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി ജഡ്ജി പി മാധവൻ ഉത്തരവിട്ടു. നിയമകാര്യ ലേഖകൻ പി താജുദ്ദീനൊപ്പം സാലി മുഹമ്മദ്, കൊച്ചി. പിണറായി വിജയൻ, വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ പ്രമുഖ നേതാക്കൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പിണറായി ധർമ്മടത്തും വി എസ് മലമ്പുഴയിലുമാണ് പത്രിക സമർപ്പിച്ചത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചത്തിലാക്കി പ്രമുഖ നേതാക്കൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയൻ കണ്ണൂർ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർ മുൻപാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മലമ്പുഴയിലെ LDF സ്ഥാനാർത്ഥി വി എസ് അച്യുതാനന്ദൻ പാലക്കാട് കളക്ടറേറ്റിലെത്തി പത്രിക നൽകി. പ്രമുഖ LDF നേതാക്കൾ വി എസിനെയും പിണറായിയെയും അനുഗമിച്ചു. LDF സ്ഥാനാർത്ഥികളായ KK ശൈലജ ടീച്ചർ കൂത്തുപറമ്പിലും TV രാജേഷ് കല്യാശ്ശേരിയിലും KT ജോസ് ഇരിക്കൂറിലും MV നികേഷ് കുമാർ അഴീക്കോടും AN ഷംസീർ തലശ്ശേരിയിലും C കൃഷ്ണൻ പയ്യന്നൂരിലും നാമനിർദ്ദേശ പത്രിക നൽകി. G സുധാകരനും V ശിവൻകുട്ടിയും IB സതീഷും പത്രിക നൽകി. അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥി AA റഷീദും UDF സ്ഥാനാർത്ഥി ശബരിനാഥും പത്രിക നൽകി. ആന്റണി രാജുവും V സുരേന്ദ്രൻപിള്ളയും തിരുവനന്തപുരത്തും KK ഷാജു, ചിറ്റയം ഗോപകുമാർ എന്നിവർ അടൂരിലും TN സീമ വട്ടിയൂർക്കാവിലും ജമീല പ്രകാശം കോവളത്തും പത്രിക നൽകി. ഫ്രാൻസിസ് ജോർജ് ഇടുക്കിയിലും റോയ് വരിക്കാട്ട് തൊടുപുഴയിലും ഉടുമ്പൻചോലയിലെ LDF സ്ഥാനാർത്ഥി MM മണി നെടുങ്കണ്ടത്തും പത്രിക നൽകി. UDF സ്ഥാനാർത്ഥികളായ PC വിഷ്ണുനാഥ് ചെങ്ങന്നൂരും ലാലി വിൻസെന്റ് ആലപ്പുഴയിലും പത്രിക നൽകി. S രാജേന്ദ്രൻ ദേവികുളത്തും ES ബിജിമോൾ പീരുമേട്ടിലും പത്രിക സമർപ്പിച്ചു. ദേവികുളത്തെ UDF സ്ഥാനാർത്ഥി AK മണിയും പീരുമേട്, ദേവികുളം, തൊടുപുഴ എന്നിവിടങ്ങളിലെ NDA സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്. ഇടതുമുന്നണി ജയിക്കുമെന്ന ബേജാറിലാണ് ഉമ്മൻചാണ്ടിയുടെ ജൽപ്പനങ്ങളെന്ന് വി എസ് അച്യുതാനന്ദൻ. ഇത് താനോ LDFോ കാര്യമാക്കുന്നില്ല. വി എസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഉമ്മൻചാണ്ടിയോ അതേപോലെ മറ്റു പ്രമുഖരാരെങ്കിലുമോ അടിച്ചുവിടുന്ന ഇത്തരം ആക്ഷേപങ്ങൾ കാര്യമായിട്ടുള്ള നിലയിലൊന്നും പരിഗണിക്കേണ്ടതല്ല. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൻ ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കാൻ പോകുകയാണ്. അതിലുള്ള ബേജാറിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പലതും തട്ടിവിടും. അതിൽ നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കേണ്ടതില്ല. സ്വന്തം മണ്ഡലത്തിൽ വോട്ടർമാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനാകാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, സാറേ കുടിവെള്ളമില്ല എന്ന ചോദ്യത്തിന് എന്താ വീടില്ലേ എന്ന് തിരിച്ചു ചോദിച്ച് മുഖ്യമന്ത്രി ഒഴിഞ്ഞു മാറുകയാണ്. റാംജി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിലെ കമ്പിളിപ്പുതപ്പ് എന്ന മുകേഷിന്റെ ഡയലോഗിനെ ഓർമ്മപ്പെടുന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രകടനം. കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ രണ്ട് ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ്. 2 കോളനി. വീട് 25 കൊല്ലമായിട്ട് ഇവിടെ കുടിവെള്ളം എന്ന് പറയുന്ന സംഭവം ഇവിടെ കിട്ടുന്നില്ല. ഈ രണ്ട് ജനവാസം ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ജനവാസ പ്രദേശമാണ്. 2 കോളനി. വീട് വി എസിനെതിരെ നിയമ നടപടി സ്വീകരിച്ചാൽ കോടതിയിൽ നേരിടുമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. പല മണ്ഡലങ്ങളിലും RSSുമായി കോൺഗ്രസ് ധാരണയുണ്ടാക്കിയിട്ടുണ്ടെന്നും കോടിയേരി ആരോപിച്ചു. ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്രയേറെ അഴിമതി ആരോപണത്തിന് വിധേയനായ ഒരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിൽ ഇതിനകം 11 മുഖ്യമന്ത്രിമാരുണ്ടായിട്ടുണ്ട്. ആ 11 മുഖ്യമന്ത്രിമാർക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം കേരളത്തിലുണ്ടായിട്ടുണ്ടോ? നിരവധി കേസുകൾക്ക് ഇപ്പോൾ തന്നെ ഉമ്മൻചാണ്ടി തന്നെ ആരോപണ വിധേയനായി അന്വേഷണത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്വേഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഉമ്മൻചാണ്ടി ആരുടെ പേരിലും വിജിലൻസ് കേസില്ല, ആരുടെ പേരിലും ആരോപണമില്ല എന്ന് പറഞ്ഞ് തടിതപ്പാൻ ശ്രമിച്ചാൽ കേരളത്തിൽ ആരാണത് വിശ്വസിക്കാൻ പോകുന്നുണ്ട്? തെറ്റായ ആരോപണമാണ് ഉന്നയിക്കുന്നതെങ്കിൽ നിയമ നടപടി സ്വീകരിക്കട്ടെ, കോടതിയിൽ വെച്ച് നമുക്ക് കാണാം. ഇപ്പോൾ ഈ ജനകീയ കോടതിയല്ലേ, ഈ ജനകീയ കോടതിയുടെ മുമ്പിൽ ഞങ്ങൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അഴിമതിക്കാരായ മുഴുവൻ മന്ത്രിമാരെയും ജനമധ്യത്തിൽ തുറന്നു കാണിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പോരാട്ടമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനസംഘവുമായി CPIM സഖ്യമുണ്ടാക്കിയെന്ന ഉമ്മൻചാണ്ടിയുടെ ആരോപണം കള്ളക്കഥയാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. ജനതാ പാർട്ടിയുമായി ചേർന്നാണ് CPIM അടിയന്തരാവസ്ഥയെ നേരിട്ടത്. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷമാണ് ഉമ്മൻചാണ്ടി രംഗത്തെത്തിയത്. തുടർന്ന് ആന്റണിയും ഉമ്മൻചാണ്ടിയും LDFന്റെ ഭാഗമായി. ഉമ്മൻചാണ്ടി ജനങ്ങളുടെ ഓർമ്മശക്തി പരീക്ഷിക്കരുതെന്നും കോടിയേരി പ്രതികരിച്ചു. ഒരു കൂട്ടം കർഷകരുടെ കൂട്ടായ്മയിൽ തരിശുഭൂമി വിളഭൂമിയായി മാറി. കാസർഗോഡ് പെരിയയിലാണ് 2 ഏക്കറോളം തരിശുഭൂമി പച്ചക്കറി കൃഷിത്തോട്ടമായി മാറിയത്. മുമ്പ് തരിശിട്ട ഭൂമിയിലാണ്
ഇപ്പോൾ നാടിന് മാതൃകയായി കാസർഗോഡ് പെരിയയിൽ കർഷക കൂട്ടായ്മയിൽ പച്ചക്കറി കൃഷി നടത്തുന്നത്. പെരിയ ബസാറിലെ MV കുഞ്ഞിരാമനും സുഹൃത്തുക്കളും ചേർന്നാണ് ഈ സംരംഭത്തിന്റെ നേതൃത്വം. കുന്നും കുഴിയും നിറഞ്ഞ സ്ഥലം മണ്ണിട്ടു നികത്തിയാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത്. കുഴൽക്കിണർ സ്ഥാപിച്ച് സമൃദ്ധമായി വെള്ളവും ലഭ്യമാക്കി. പാവൽ, പയർ, ഞരമ്പൻ തുടങ്ങിയ ഇനങ്ങളിലാണ് പച്ചക്കറി കൃഷി. പച്ചക്കറി കൃഷിയിൽ നിന്നും തരക്കേടില്ലാത്ത വരുമാനം ലഭിക്കുമെന്നും ഇത് ജീവിതമാർഗമായി മാറ്റാനാകുമെന്നും കർഷകനായ MV കുഞ്ഞിരാമൻ പറഞ്ഞു. സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ തർക്കമില്ല. കാലിവളം, ആട്ടും കാഷ്ടം, കോഴിവളം അങ്ങനത്തെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. പുറത്തുനിന്ന് കർണാടകത്തിൽ നിന്നോ തമിഴ്നാട്ടിൽ നിന്നോ കൊണ്ടൊന്നല്ല. ഇവിടുത്തെ സാധനം എന്ന് പറയുമ്പോൾ നമ്മൾ 1 കിലോ വാങ്ങിക്കുന്നത് 2 കിലോ വാങ്ങിക്കും. നേന്ത്രവാഴ കൃഷിക്ക് ശേഷമാണ് അതേ സ്ഥലത്ത് പച്ചക്കറി കൃഷി ആരംഭിച്ചത്. വിവിധ ഇനങ്ങൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് അവലംബിക്കുന്നത്. പരമാവധി കീടനാശിനികൾ ഒഴിവാക്കിയും ജൈവവളങ്ങൾ ഉപയോഗിച്ചുമാണ് കൃഷി. ഉൽപ്പന്നങ്ങൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരളയുടെ പ്രാദേശിക വിപണന കേന്ദ്രങ്ങൾ മുഖേന വിറ്റഴിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.